ശ്രീ സന്തോഷ്, ഇന്നത്തെ ഹർത്താലിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. താങ്കൾക്ക് ആ വാദപ്രതിവാദത്തിൽ ഏത് സ്ഥാനത്താണ് ന്യായം എന്ന് തോന്നുന്നത്? എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇന്നത്തെ ഹർത്താൽ ഒരു അനാവശ്യമാണ്. കാരണം കേരള സംസ്ഥാനത്തെ മൊത്തം ഇതാക്കിക്കൊണ്ടിരിക്കും ഇന്നത്തെ എന്നല്ല എന്നത്തെ ഹർത്താൽ. കാരണം ഇത് കോടതിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതായിട്ട് തെളിവില്ല. രണ്ടാമത് ലോൺ ആപ്പിന്റെ ഒരു കേസാണ്. അപ്പൊ അത് ഇവർ കേസ് അന്വേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ മൊത്തം ബന്ദിയാക്കിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. ഇവർക്ക് DGP ഓഫീസ് ഇത് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ കണ്ണൂരിലുള്ള ഈ കേസ് ഫയൽ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ കോളേജ് സമരം ആക്കാം. അല്ലാതെ ഈ ജനങ്ങളെ മൊത്തം ഒരു ബന്ദികളാക്കിക്കൊണ്ട് സമരം നടത്തുന്നത് തീരെ ശരിയല്ല. കാരണം അന്നന്ന് ദിവസം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ എല്ലാം പണിയാണെന്ന് പോയി, ജോലിയാണെന്ന് പോയത്. ഇതേ സംഘടനകൾ തന്നെ ഈ ചില സമയങ്ങളിൽ ഞങ്ങൾ ദളിതരായതുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്നു, പണിയെടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അന്നൊന്ന് ദിവസത്തെ പണിക്കൂലി കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന സംഘടനകളൊക്കെയാണിത്. ഞാൻ ഈ സംഘടനയെ ആക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഹർത്താൽ ആചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേരള സംസ്ഥാനത്തെ മൊത്തം ബന്ദികളാക്കിക്കൊണ്ട് എന്തിനാണ് ഈ ഹർത്താൽ നടത്തേണ്ട ആവശ്യം? ഒരു രാഷ്ട്രീയ സംഘടന ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ശ്രീ സന്തോഷ്, അപ്പോ ഈ കേരളത്തിലെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും അവരുടെ ട്രേഡ് യൂണിയനുകളും ഒക്കെ സമാനമായ രീതിയിൽ ഹർത്താലുകൾ മുമ്പ് നടത്തിയിട്ടില്ലേ? ഞാൻ അതാണ് സാർ പറഞ്ഞത്. അതായത് നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞ മുൻപ് ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുൻപത്തെ ആ കീഴ്വഴക്കം തന്നെ അല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുമ്പ് പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലിൽ ഉണ്ടായ തരത്തിലേക്കുള്ള വ്യാപകമായ അക്രമങ്ങൾ, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു പൊതുമുതൽ നശിപ്പിക്കുന്ന അവസ്ഥ, അതൊന്നും ഇന്നത്തെ ഹർത്താൽ അങ്ങനെ വ്യാപകമായിട്ട് ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, ഇന്നത്തെ ഹർത്താലിന് അങ്ങനത്തെ ഒന്നും ഇതില്ല. ഞാൻ ചോദിക്കുന്നതൊക്കെ നേരത്തെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ ഹർത്താൽ നടത്തി അവര് പൊതുമുതൽ നശിപ്പിക്കുക എല്ലാം ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ ഓരോരോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് സമരം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രശ്നം വരുന്നത്. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രശ്നം വരുന്നത് DGP ഓഫീസ് ഉപരോധിക്കാം, അവിടെ പ്രതിഷേധം നടത്താം, സെക്രട്ടേറിയറ്റ് പ്രതിഷേധം നടത്താം. ഈ കണ്ണൂർ ജില്ലയിലെ ഈ കേസ് ഫയൽ ചെയ്ത പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാം, ഈ കോളേജ് ഉപരോധിക്കാം. പ്രതിഷേധങ്ങൾ നടന്നിട്ടും 19 ദിവസമായിട്ട് സന്തോഷ് ഈ റാമിനെ അറസ്റ്റ് ചെയ്യാൻ, അയാളൊരു ബോൺ ക്രിമിനലും ഒന്നും അല്ല, ഒരു കോളേജിലെ അധ്യാപകനാണ്. അയാൾക്ക് ഒളിവിൽ പോയ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതത്ര വിശ്വാസയോഗ്യമായ ഒന്നല്ല. അയാളെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് പോലീസിന്റെ കെടുകാര്യസ്ഥത ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ ആ വ്യക്തിയെ തൊടാനുള്ള നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ടും ആവാം. രാഷ്ട്രീയ കക്ഷികളിലുണ്ടാവും. നേതാക്കളുടെ രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും അല്ല. ഇപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയാണ്, അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരാളല്ല. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ആ വിഭാഗത്തിനെതിരെ നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ലഭിക്കുന്ന ഒരു സംവരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ആനുകൂല്യത്തെ. റാമും ദളിതനാന്നല്ലേ പറയുന്നത്? റാം ദളിതനല്ല എന്ന് കോടതിയിൽ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ. അല്ല, ഞാനും ദളിതനല്ല, ന്യൂസിൽ ഞങ്ങൾ കേട്ടാണ്. അല്ല എന്ന് കോടതിയിൽ വളരെ കൃത്യമായി തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ജാതി അധിക്ഷേപം നമ്മൾ വലിയൊരു ന്യൂസ് ആയിട്ട് അതിൽ വന്നിട്ടില്ല. അപ്പൊ ഫുള്ള് നമ്മൾ പുറത്തേക്ക് വരുന്നത് മൊത്തം ഈ ലോൺ ആപ്പിന്റെ ഒരു ലോൺ ആപ്പ് കൊണ്ടല്ല, അവിടെ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ലോൺ ആപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ജാതി അധിക്ഷേപം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് സ്വാഭാവികമായും അവിടെ തെളിവുകളുണ്ട്. അത്തരം മൊഴികളാണ് പുറത്തു വന്നത്. ഈ പയ്യനുമായിട്ടുള്ള മറ്റ് നിരവധി വിദ്യാർത്ഥികളടക്കം ഈ അധ്യാപകൻ ആ തരത്തിലേക്ക് അധിക്ഷേപിച്ച് കറുപ്പിന്റെ പേരിൽ പോലും ആ കുട്ടികളെ ബ്ലാക്ക് എന്നൊക്കെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നടക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞിട്ടില്ല. അതെ സാറ്, ഈ വിദ്യാർത്ഥിയുടെ വോയിസ് തന്നെ നമ്മൾ പുറത്തേക്ക് വന്നതാണ്. ഇതിലൊന്നും നമ്മൾ ജാതി അധിക്ഷേപത്തിൻ്റെതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ അവിടെ ഹരാസ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തന്നെ വിഷയത്തിൽ അന്ന് ആത്മഹത്യ ചെയ്യുന്ന എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അന്ന് ആ പ്രിൻസിപ്പാളും ആ ടീച്ചറും തമ്മിലുള്ള ഒരു അവിടെ വന്ന് ആ കുട്ടിയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത് സാറേ, ഈ അധ്യാപകര് ചെയ്യേണ്ട ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരു അധ്യാപകർ ഈ 18,000 രൂപ, ഈ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ എല്ലാം അറിയുന്ന അധ്യാപകരാണ്. 18,000 രൂപയുടെ ഒരു ലോണേ ഉണ്ടാവുള്ളൂ. ആ ലോൺ അടയ്ക്കാൻ ആ അധ്യാപകർക്ക് ലോൺ അടച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥിയോട് പിന്നെ കുറച്ചായിട്ടെങ്കിലും മേടിച്ചൂടെ? അങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു അധ്യാപക അത് തന്നെയാണ് പ്രശ്നം. അവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതാണ് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, പക്ഷേ ഈ കടകൾ അടച്ചുകൊണ്ടുള്ള ഹർത്താൽ. ഹർത്താലിനോട് താങ്കളുടെ വിയോജിപ്പ് താങ്കൾ ശക്തമായി തന്നെ പറഞ്ഞു, അതിനെ അംഗീകരിക്കുന്നു. അല്ല, പിന്നെ സാറേ, രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന ഹർത്താലിനും ഇതേപോലെ അവരെ പേടിച്ചിട്ടാണ് ഈ കടകളെല്ലാം അടയ്ക്കുന്നത്.
നമുക്കറിയാം വാഹനങ്ങളും ഇതെല്ലാം ഓടാതിരിക്കുന്നത് തന്നെ ഓരോ സ്ഥലങ്ങളിലെ പാർട്ടികളുടെ അവിടുത്തെ സ്വാധീനം വെച്ച് കട പൂട്ടിക്കുന്നുണ്ട്. ഏത് മാർക്സിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് പാർട്ടിയായാലും ഏത് പാർട്ടിയായാലും ജനങ്ങൾ ഒന്നും കൊണ്ട് സഹകരിച്ചിട്ടില്ല. ലാസ്റ്റ് ഇവർ പറയുന്നത് എന്താ, എല്ലാവരും സഹകരിച്ചാണ് സമരം വിജയിപ്പിച്ചതെന്ന്. എവിടെയാണ് സഹകരിക്കുന്നത്? എല്ലാരും പേടിച്ചിട്ട് പ്രധാനം തന്നെയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അത്തരം സംഘടനകളൊക്കെ നടത്തുമ്പോൾ അവർ പറയും സഹകരിച്ചാണെന്ന്. ജനങ്ങൾ സഹകരിക്കുന്നത് എന്റെ വണ്ടിയുമായി റോഡിൽ ഇറങ്ങിയാൽ കല്ലേറ് കിട്ടുമോ, എന്റെ കട തുറന്നാൽ കട തല്ലിപ്പൊട്ടിക്കുമോ എന്ന് ഭയന്ന് തന്നെയാണ് പലരും അത് തുറക്കാതിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവരെ ദളിത് സംഘടനകൾ നടത്തിയത് കൊണ്ട് ഇപ്പോൾ തുറന്ന പല കക്ഷികളും ഇത് നാളെ CPM ഓ കോൺഗ്രസോ അല്ലെങ്കിൽ BJP ആണ് നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുമായി അനുകൂലിക്കുന്ന ഏതെങ്കിലും സംഘടനയാണ് നടത്തിയിരുന്നെങ്കിൽ ഇവർ തുറക്കില്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാർ, ദളിത് സംഘടനയെ ആക്ഷേപിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ കക്ഷികളെ പേടിച്ചിട്ടാണ്. കാരണം ഞങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.